തൃശ്ശൂർ അതിരൂപതയിലെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു കുടുംബമാണ് കോട്ടപ്പടിയിലെ തരകൻ കുടുംബം. സിബിലെ എനിക്ക് വളരെ പ്രിയപ്പെട്ട എൻ്റെ ഒരു ഗുണകാംക്ഷിയാണ്. സിബിലിനെ എനിക്ക് വളരെ അടുത്തറിയാം. സിബിലിനെ 6 മക്കളാണ്. ആദ്യം അവർക്ക് മക്കളില്ലായിരുന്നു. മക്കള് ഇല്ലാത്തത് ഒരു ദൈവത്തിൻ്റെ ശിക്ഷയായിട്ട് കരുതുന്ന പലരുമുണ്ട്. പക്ഷെ സിബിലെ പിന്നീട് ഡിവൈനിലെ ധ്യാനം കൂടി ഭാര്യ അടക്കം അവർക്ക് പിന്നീട് ദൈവം മക്കളെ കൊടുത്തിട്ട് 6 മക്കളുണ്ട്. സിബില് പറയുന്നത് സത്യമാണ്. ദൈവം എന്നെ അനുഗ്രഹിച്ചത് സ്വത്ത് തന്നിട്ട് മാത്രമല്ല, സന്താനങ്ങൾ നൽകിയിട്ട് കൂടിയാണ്. വലിയ കുടുംബങ്ങളെക്കുറിച്ചുള്ള ചില ചിന്തകൾ പങ്കുവയ്ക്കാനാണ് ഞാൻ ഈ സിബിലിന്റെ ഉദാഹരണം നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം, ഉൽപ്പത്തിയുടെ പുസ്തകം 15-ാമത്തെ അധ്യായം, നീ മുകളിലേക്ക് നോക്കുക, നീ താഴോട്ട് നോക്കുക, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെ നിനക്ക് മക്കളെ ഞാൻ നൽകും, ഭൂമിയിലെ മണൽത്തരി പോലെ നിന്റെ ജനത വർദ്ധിക്കും. സ്നേഹമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, മക്കളെ ദൈവത്തിന് ദാനമാണ്. മക്കളെ സ്വീകരിക്കാൻ കരങ്ങൾ നീട്ടുന്ന മാതാപിതാക്കള് ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിലെ കൂട്ടുപങ്കാളികളാണ്. മക്കളിലൂടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ഈ കാലഘട്ടത്തിൽ മക്കള് കൂടുതലായാലേ കുഴപ്പമാണെന്ന് ചിന്തിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷെ മക്കള് കൂടിയാലേ ഒരു കുഴപ്പവും സംഭവിക്കുകയില്ല എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ പറയാൻ സാധിക്കും. ഞങ്ങൾ 10 മക്കളാണ്. 1.5 വയസ്സുള്ളപ്പോഴും എൻ്റെ അപ്പം മരിച്ചതാണ്. എൻ്റെ അമ്മ ഒരുപാട് കണ്ണുനീരും കഷ്ടപ്പാടോട് കൂടിയിട്ടാണ് ഞങ്ങളെ വളർത്തിയത്. ഞങ്ങളെല്ലാം നല്ല നിലയിൽ എത്തി. ഒരു വഴിയും ഒരാളും വഴിതെറ്റിപ്പോയില്ല. ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ആകാശ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരി പോലെയും നിനക്ക് മക്കളെ നൽകിക്കോട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സ്നേഹമുള്ള ഞങ്ങളുടെ സ്വന്തം തട്ടിൽ പിതാവ്.